വികാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ പാലസ് ആണ്, കോയിക്കൽ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. വ്യൂ ഞാൻ കാണിച്ചുതരാം. ആറ്റിങ്ങലിൻ്റെ തലയെടുപ്പാണ് കൊല്ലംപുയിലെ ഈ കൊട്ടാരം. AD 1305 കോലത്തു നാട്ടിൽ നിന്നും വേണാടിലേക്ക് ദത്തെടുത്ത രാജകുമാരിക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അടച്ചിരിക്കുകയാണ്, ലോക്കിട്ടിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തൂടെ ഈ വാതിലുണ്ടാകും നോക്കാം, ഈ അകത്ത് പോകാൻ പറ്റുമ്പോൾ നോക്കാം. ആ എൻട്രൻസ് ഒന്ന് പോയിട്ട് തരാം. 700 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കോയിക്കൽ പാലസിന്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ആവണീശ്വരം മഹാവിഷ്ണു ക്ഷേത്രം. 2 ക്ഷേത്രങ്ങളുണ്ട്, ആവണീശ്വര മഹാവിഷ്ണു ക്ഷേത്രവും ആവണീശ്വര ശ്രീ മഹാദേവ ക്ഷേത്രവും. മഹാദേവ ക്ഷേത്രം തൊട്ട് അപ്പുറത്താണ്, ഇത് മഹാവിഷ്ണു ക്ഷേത്രം. 700 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനും ഈ കൊട്ടാരത്തിനും. ഇതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പം ഈ ക്ഷേത്രവും ഈ കൊട്ടാരവും. പഴയ കൽമണ്ഡപങ്ങളും പഴയ പടിക്കെട്ടുകളും ആണ് ഇതിൻ്റെ ആകർഷണം. അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു, കാണാൻ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഇല്ല, നടക്കാനുള്ള വഴിയുണ്ട് ഇവിടെ, വേറെ പ്രശ്നമില്ല. പക്ഷെ വ്യൂ നല്ല വ്യൂ, പക്ഷെ കാട് പിടിച്ച് കിടക്കുകയാണ്. വെച്ചാൽ ഒരു അധികാരികൾ ഉണ്ടെങ്കിൽ ഇതൊന്നൊരു വൃത്തിയാക്കി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ആറ്റിങ്ങൽ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. കൊല്ലംപുഴ എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണിത്. ഇത് സൈഡ് വ്യൂ. ഇത് കാണുന്നത് ഓക്കെയാണ്. ഇതൊക്കെ എന്തിൻ്റെ ആവശ്യം നോക്ക്. ഇതൊക്കെ ഒരു ചരിത്ര സ്മാരകമൊക്കെ നമുക്കൊന്ന് സംരക്ഷിക്കണ്ടേ. ഇതുപോലെയൊക്കെ എഴുതി വെച്ച എന്താണ് വൃത്തിയുടെ ഡയലോഗ്, ഈ ലവ്. ഇതിൻ്റെ ആവശ്യമില്ല. ഒരു അമ്പലത്തിൻ്റെ ഒരു മതിലല്ലേ. നമ്മളെ ചരിത്ര സ്മാരകങ്ങളെല്ലാം ഒന്ന് വൃത്തിയായി നമുക്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല, ഇങ്ങനെ ഒന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇത് കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് തിരുവാറാട്ടുകാവ് ദേവീ ക്ഷേത്രം. ഇതിൻ്റെ ഫ്രണ്ട് പോയി ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലാണ്, ഞാൻ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. തിരുവാറാട്ടുകാവ് കാളിദാസൻ, ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര ആനയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. കണ്ടില്ലേ വൈബ്, നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വൈബാണ്. പുല്ലുകൾ നട്ട് വെച്ച് എന്തൊരു നല്ല അടിപൊളി നല്ലൊരു വൈബുള്ള അമ്പലമാണ് ഇത്. ഇതാണ് ചെരുപ്പ് നൂരിയിടാം. ഇത് ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അടിപൊളി പച്ചപ്പുള്ള ഇടങ്ങളാണിത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ വികാസ് വ്ളോഗ്. സോറി, ചെരുപ്പ് ഇടാൻ മറന്നു. ഈ ചെരുപ്പ് അവിടെ ഇരിക്കരുന്ന്. ചെരുപ്പ് ഞാൻ അവിടെ ഇട്ടിട്ട് വന്നു, ഞാൻ എടുക്കാൻ മറന്നുപോയി ചെരുപ്പ്. സോറി. അപ്പോൾ തിരിച്ച് ഇനി അങ്ങോട്ട് കൊട്ടാരത്തിന് അങ്ങോട്ട് പോകാം. ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് നേരെ തിരിച്ചൊരു ചായ കുടിക്കണം. ചായ കുടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ആളും ചുറ്റി കണ്ട ശേഷം നമ്മൾ തിരിച്ച് ഇനി കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. തിരുവാറാട്ടുകാവ് കാളിദാസൻ, ആറ്റിങ്ങലിൻ്റെ ആന. ഈ ആനയാണ് നമ്മളെ ഈ വർഷം മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭഗവാന്റെ തിരുവാഭരണം ശിരസിൽ ചുമന്ന ആന. നമ്മൾ തിരിച്ച് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇനി കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡ് പോയി ഫ്രണ്ട് വ്യൂ കണ്ട് നമുക്ക് തിരിച്ച് പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരെ ഇരുട്ടി. അപ്പം കുറച്ച് വെട്ട പ്രോബ്ലം ഉണ്ട്. നമുക്കിനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നേരെ വീട്ടിലോട്ട് പോക്കന്നെ. പോകുമ്പോൾ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ച് ശരിയാവുള്ളൂ. തലവേദന എടുക്കുന്നു. ഒന്ന് ചായ കുടിച്ച് നമുക്ക് ഇവിടെ ചായക്കട ഒന്നും കണ്ടില്ല. ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ പോയി ടാറ്റ.